ഇത് 1616 നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ നാണയമായിരുന്നു. 1616 ഇതിൻ്റെ മറുപുറത്തുള്ളത് ഇത് ദുർഗാദേവിയുടെ ചിത്രമാണ്. അതിൻ്റെ മറുപുറത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഇത്രയും പഴക്കമുള്ള കോയിൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് 1818 ആണ് ഒരെണ്ണം. ഇതിൻ്റെ മറുപുറത്തുള്ളത് ഹനുമാൻ്റെ ചിത്രം. ഇതുപോലുള്ള കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമേ. ഇത് മൂന്നും കാലണയാണ്. ഒന്ന് 1905 ഒന്ന് ഇത് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. ഇത് 1904 ആണോ 1804 അല്ല, 1904. ഇത് 1906 തോന്നുന്നത്. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, തേഞ്ഞു മാഞ്ഞു പോയി. കണ്ടോ, കാലണ. ഇതിൽ രണ്ടെണ്ണത്തിലെ മറുപുറത്ത് എഡ്വേർഡ് സെവൻ്റെ ചിത്രമാണുള്ളത്. ഇതിലെ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ വയ്യ, എഴുതിയത് മാഞ്ഞു പോയിട്ടുണ്ട്. ഇത് 1907 തന്നെ കാർട്ടറാണ്. അതും കാലണയാണ്. ഇതിൻ്റെ മറുപുറത്ത് എഡ്വേർഡ് 7 ആണ്. ഇത് 1926 1/12 ആണ്. നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ അത് തേഞ്ഞു മാഞ്ഞു പോയതുകൊണ്ടാണ് കാണാത്തത്. ഇതിൻ്റെ മറുപുറത്തുള്ളത് ജോർജ് അഞ്ചാമനാണ്. കിങ് ജോർജ് അഞ്ചാമൻ്റെ ചിത്രമാണുള്ളത്. നിങ്ങളുടെ ഉള്ള കോയിനൊക്കെ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാവേ. ഇത് 1957 നയാ പൈസ എന്ന് പറയുന്ന സംഭവമാണ്. പാട്ടില്ലേ? ഇത് 1945 പൈസ, 1 പൈസ. മറുപുറത്ത് ചുമ്മാ ചിത്രങ്ങളാണ്, പൂക്കൾ. ഇത് 1968 20 പൈസയാണ്. 20 പൈസ. മറുപുറത്ത് നമ്മുടെ ഇപ്പോഴത്തെ സിമ്പിൾ തന്നെ, അശോകസ്തംഭം. ഇത് 1938 1/12 ആണ്. 1/12 കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ മറുപുറത്തുള്ളത് ജോർജ് അഞ്ചാമൻ. ഇത് 1920 1/12 ആണ്. ഇത് കുഞ്ഞു കോയിനാട്ടോ. ഇത്രയും അടുത്ത് കാണാൻ വേണ്ടി സൂം ചെയ്ത് എടുത്തുകൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ മറുപുറത്ത് കൊത്തിയിരിക്കുന്നത് ആരുടെ ചിത്രമാണെന്ന് വ്യക്തമല്ല. ജോർജ് അഞ്ചാമനാണെന്ന് തോന്നുന്നു. കുറച്ച് കോയിൻസും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് സൗദി അറേബ്യയിലാണ്. 50 ഹലാലാസ്. ഇത് യൂറോസെൻറ്റ്, 50 യൂറോസെൻറ്റ്. ഇതിൻ്റെ മറുപുറത്ത് ഇത് ഫ്രാൻസിൻ്റെ ആണെന്നാണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, യൂറോസെൻറ്റ് കോയിൻ. യൂറോപ്യൻ കൺട്രീസിൽ. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാം. ഇത് ശ്രീലങ്കൻ്റെ കോയിനാണ്. ശ്രീലങ്കൻ കോയിൻ 5 റുപ്പീസിൻ്റെ. ഇതിൻ്റെ മറുപുറം ഇങ്ങനെയാണ്. ശ്രീലങ്കൻ കോയിൻസ് ഉള്ളവർ കമൻറ്റ് ഇട്ടോ. ഇതും ശ്രീലങ്കൻ കോയിനാണ്. ഇതിൻ്റെ മറുപുറം ഇങ്ങനെയാണ്, ശ്രീലങ്കൻ കോയിൻ. ഇത് ബഹ്റൈൻ്റെ കോയിനാണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ബഹ്റൈനിലൊക്കെ ഉള്ളൊരു റേറ്റ് അറിയാമെങ്കിൽ പറഞ്ഞോളൂ.
ഇത് ശ്രീലങ്കൻ്റെ 10 റുപ്പീസാണ്. ഇതിൻ്റെ മറുപുറത്തും അത് തന്നെയാണ് ചിത്രം. ഇത് 25 ഹലാലാസ്. ഇത് സൗദി അറേബ്യൻ്റെ കോയിനാണ്. ഇത് ഖത്തർ ദിർഹം 20 ദിർഹം. 20 അല്ലേ, 60 20 25 20. ഇതിൻ്റെ മറുപുറം ഇങ്ങനെയാണ്. ഇതിൻ്റെ പല കോയിനുള്ളവർ ഇട്ടോളി, കമൻ്റായിട്ട് പറഞ്ഞോ, ഇതിൻ്റെ റേറ്റും പറഞ്ഞോ. ഇത് ഒമാൻ്റെ കോയിനാണ്. 50 പൈസയാണോ റുപ്യാണോ? പൈസയാണ്. ഒമാൻ. ഇതിനിപ്പോൾ ആരുടെടുത്തും പറയണ്ടല്ലോ എന്തുവാണ്. കാർട്ടർ ഡോളർ. അതിൻ്റെ മറുപുറം ഇങ്ങനെയാണ്. ഇത് നമ്മുടെ റഷ്യൻ്റെ റൂബിളാണ്. ഇത് നമ്മുടെ തുർക്കിയുടെ കോയിനാണ്. ലീറ. തുർക്കിയുടെ കോയിൻ. അതിൻ്റെ ബാക്ക് വശം നമുക്ക് കാണാം. തുർക്കിയുടെ കോയിനുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ തായ്ലൻഡിൻ്റെ കോയിനാണ്. തായ്ലൻഡിൻ്റെ കോയിൻ. നമ്മുടെ ഇന്തോനേഷ്യയുടെ കോയിനാണ്. ഇന്തോനേഷ്യയുടെ കോയിൻ. ഇന്തോനേഷ്യയുടെ കോയിനുള്ളവർ കമൻറ്റ് ചെയ്തോ. ഇതിൻ്റെ മൂല്യം എത്രയാണെന്ന് അറിയാവുന്നവർ പറയണേ. ഇത് നമ്മുടെ UAEയുടെ ദിർഹം. ഇതൊക്കെ എല്ലാവരുടെയും കാണും, സൗദിയുടെ UAEയുടെ ഒക്കെ. എന്നാലും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഡിഫറെൻറ്റ് കോയിൻസ് കയ്യിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോ. എല്ലാവരുടെയും കാണുമല്ലോ. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സിംഗപ്പൂരിൻ്റെ നാണയമാണ്. സിംഗപ്പൂരിൻ്റെ 50 സെൻറ്റ്സ്. സിംഗപ്പൂരിൻ്റെ കോയിൻസ് കയ്യിലുള്ളവർ കമൻറ്റ് ചെയ്തോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നും കൂടി പറയണേ. ഇത് നമ്മുടെ UAEയുടെ തന്നെ 25 ഫെലോസ്. €10. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന എസ്റ്റോണിയയുടെ ചിത്രമാണ്. യൂറോസെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ കുവൈറ്റിൻ്റെ നാണയമാണ്. 2002 1424 അറബി വർഷം. മറ്റേത് 2202. ഇത് നമ്മുടെ മലേഷ്യയുടെ നാണയമാണ്. ഇതിൻ്റെ ബാക്ക് ഈ സിമ്പലാണുള്ളത്. മലേഷ്യയുടെ നാണയം. നമ്മുടെ 1986 20 പൈസ. അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും.